ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തെങ്ങിൻ പൂക്കുല ലേഹ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ലേഹ്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ തെങ്ങിൻ പൂക്കുല എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഇളയത് നോക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഒന്നും കൂടെ ഇളയത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ മൂത്ത ഭാഗമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കളയുക. അപ്പോൾ ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് കൂടുതൽ കഴിക്കുക കർക്കിടക മാസത്തിലാണ്. എനിക്കിപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ലേഹ്യമാണ്. മുതിർന്നവർക്കും ചെറിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ലേഹ്യമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലേഹ്യമാണ്. പിന്നെ ഇതിൽ നമ്മൾ മരുന്നൊന്നും ചേർക്കാതെയാണ് ലേഹ്യം ഉണ്ടാക്കുന്നത്. മരുന്ന് ചേർത്ത് കഴിഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്നവർക്ക് കഴിക്കാം. ഈ മരുന്ന് കടയിലൊക്കെ കൊത്തുമരുന്നൊക്കെ കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാം പ്രസവിച്ച് കിടക്കുന്നവർക്ക്. ഇതിപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലേഹ്യമാണ്. ഇനി ഇതിൻ്റെ കുറച്ച് മൂത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റുകയാണ്. അതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുതാക്കിയിട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് വേവിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്, 3-ാം പാലിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കാം. അപ്പോൾ ഇതിപ്പോൾ എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഇതിനൊരു കറയുണ്ട്, അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം കഴുകിയിട്ട് ഞാനൊരു അരിപ്പയിൽ വെച്ചിട്ട് ഊറ്റിയിട്ട് കുക്കറിലേക്ക് മാറ്റുകയാണ്. 4 വിസിലാകുമ്പോഴേക്കിനും ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കുക്കറിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3-ാം പാൽ ഒഴിക്കുകയാണ്. 3 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മുങ്ങി കിടക്കണം. ആ രീതിയിൽ വെള്ളവും തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് 4 വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഇനി നമുക്ക് ജീരകമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം, പിന്നെ കുറച്ച് ഏലക്കായ, പിന്നെ ചുക്ക്, കുരുമുളക്, ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണിത്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ നൈസായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ തെങ്ങിൻ പൂക്കുലൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എല്ലാതും. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാതും ഞാൻ അരച്ചെടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ലേഹ്യം ഒന്ന് ചെറുതായിട്ട് കുറുകി വരാനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അതിലേക്ക് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇനി ആദ്യം നമുക്ക് പൂക്കുല അരച്ചതും തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു ഉരുളിച്ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനാദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളിച്ചട്ടി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ നോക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉരുളിച്ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അടിക്ക് പിടിക്കില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യും ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ശർക്കര ഉരുക്കിയിട്ട്
വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലൂടെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അത്രയും നമ്മുടെ ലേഹ്യത്തിന് കളറ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വിരകിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 2ാം പാലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. അത് 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒന്ന് ലേഹ്യമായി കിട്ടണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കുറച്ച് കുറുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ കയ്യിലേക്കൊക്കെ തെറിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കലക്കി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ ഇതിൽ പനം കൽക്കണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാദാ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ കുറുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചുക്കും കുരുമുളകും ജീരകമൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം കുറുകി വരുമ്പോഴേ തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ മുഴുവനും ആ പൊടി ചേർത്ത് കൊടുക്കുക. തെങ്ങിൻ പൂക്കുലൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലേഹ്യമാണ്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല സമയം എടുക്കും. ഞാനിപ്പോൾ വീഡിയോയിലേക്ക് ആയതുകൊണ്ട് ഷോർട്ടാക്കി കൊടുക്കുന്നതാണ്. ഇത് നല്ലോണം സമയം എടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. അതിൽ ആ വെള്ളമയൊക്കെ പൊട്ടിത്തെറിച്ച് പോകണം. എന്നാലേ നമുക്ക് ആ കറക്റ്റ് പരുവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ആ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലിലും എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അതും തെളിഞ്ഞ് വരും. പിന്നെ കാറ്റ് കെടുക്കാത്ത ഡപ്പയിലൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂക്കുല ലേഹ്യം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്